അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പഠിക്കുന്നതിന് വേണ്ടി തൗഫീക്ക് നൽകപ്പെട്ടവരാണ് അൽഹംദുലില്ലാഹ് നമ്മൾ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നല്ലൊരു നിയത്തിൽ തന്നെ നമ്മൾ ഖുർആൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ അഹ്സാബ് 24 ആയത്തുകളാണ് പഠിച്ചത്. ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സാബ് യുദ്ധത്തിലെ ആദ്യം മൊത്തത്തിൽ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചു. പിന്നീട് മുനാഫിക്കുകളെക്കുറിച്ച് ഒരുപാട് അല്ലാഹു സംസാരിച്ചു. പിന്നീട് അതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ആ ഒരു ഉത്തമ മാതൃക എന്നുള്ളത് ആ അഹ്സാബ് യുദ്ധത്തിൽ പ്രവാചകൻ കാണിച്ച ആ ഒരു ധൈര്യവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ക്ഷമയും ഒക്കെയാണ് നമ്മളവിടെ പരാമർശിച്ചത്. പക്ഷെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് നമ്മളവിടെ പറഞ്ഞത്. പക്ഷേ ഖുർആൻ തഫ്സീറിൻ്റെ അടിസ്ഥാന തത്വം നമുക്കറിയാവുന്നതാണ്. ആയത്തിറങ്ങിയതിൻ്റെ ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തിനേക്കാൾ വാക്കുകളുടെ അർത്ഥവ്യാപ്തിക്കാണ് കൂടുതൽ പരിഗണന. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിഷയത്തിലും ആ ഒരു യുദ്ധസന്ദർഭത്തിൽ എന്നുള്ളത് മാത്രമല്ല, ആ ആയത്ത് വെച്ച് പ്രവാചകൻ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും ഉത്തമ മാതൃകയാണ് എന്ന് നമുക്ക് ആയത്ത് വെച്ച് പറയാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അള്ളാഹുവിന് കൊടുത്ത കരാറ് പാലിച്ച മുഅ്മിനീങ്ങളെക്കുറിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വിഭാഗക്കാരെയും രക്തസാക്ഷിത്വത്തിന് വേണ്ടി ആഗ്രഹിച്ച് കഴിയുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ പോലെയുള്ള സ്വഹാബികളെ അള്ളാഹു പുകഴ്ത്തി. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ പക്ഷത്തെക്കുറിച്ച് അള്ളാഹു ഒരൽപ്പം പറയുകയാണ്. നമുക്ക് ആദ്യം ആയത്ത് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വറദ്ദല്ലാഹു അല്ലദീന കഫറൂ ബിഗൈദിഹിം ലം യനാലൂ ഖൈറാ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസാ. وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وكان الله على كل شيء قديرا. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുസംഘങ്ങളെക്കുറിച്ച്, അവിശ്വാസികളായ ശത്രുസംഘങ്ങളെക്കുറിച്ച്, അതിൽ ഖുറൈശികളുണ്ട്, ഗത്ഫാൻകാരുണ്ട്, യഹൂദികളുണ്ട്, അത്തരത്തിൽ സംഘമായി വന്ന അഹ്സാബായി വന്ന ആ ശത്രു സൈന്യത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. വറദ്ദല്ലാഹു, അള്ളാഹു മടക്കി അയച്ചു, അള്ളാഹു അവരെ പിന്തിരിപ്പിച്ചു. അല്ലദീന, യാതൊരു കൂട്ടത്തെ അള്ളാഹു മടക്കി അയച്ചു, യാതൊരു കൂട്ടത്തെ. കഫറൂ, അതായത് അവിശ്വസിച്ചവരായ ആ ശത്രു സൈന്യത്തെ അള്ളാഹു മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ബിഗൈദിഹിം, അവരുടെ ആ ദേഷ്യവും ഈർഷ്യത്തോടെയും കൂടി തന്നെ അള്ളാഹു അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതായത് അവരുടെ ആ ഒരു ദേഷ്യം ഇവിടെ, അവരുടെ ആ ഒരു ഈർഷ്യത ഇവിടെ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല. ലം യനാലൂ ഖൈറ, അവർക്ക് ശത്രു സൈന്യത്തിന് യാതൊരു ഗുണവും ഈ യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചില്ല, വിജയം ലഭിച്ചില്ല. യാതൊരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത വണ്ണം അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാല, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് യുദ്ധമില്ലാതെ തന്നെ, യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ യുദ്ധത്തെ മതിയാക്കി കൊടുത്തു. അതായത് യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാത്ത വണ്ണം അള്ളാഹു മുഅ്മിനീങ്ങളെ സഹായിച്ചു, ശത്രുക്കളെ പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ചു, അവരെ തുരത്തി ഓടിച്ചു എന്ന് അള്ളാഹു പറയുകയാണ്. വകാന അള്ളാഹു ഖവിയ്യൻ അസീസ, അങ്ങേയറ്റം ശക്തമാനും പ്രതാപശാലിയുമാണ്. ഖവി എന്ന് പറഞ്ഞാൽ ശക്തൻ, അങ്ങേയറ്റം ശക്തൻ. അള്ളാഹുവിൻ്റെ ഇസ്മാണ് അസീസ, അങ്ങേയറ്റം പ്രതാപശാലിയാണ്. യാതൊരാളും
അതിജയിക്കാത്തവണ്ണം എല്ലാവരെയും അതിജയിക്കുന്ന പ്രതാപവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഹ്സാബ്, ഈ ശത്രു സൈന്യം പിന്തിരിഞ്ഞു പോയ വാർത്ത അറിഞ്ഞപ്പോൾ അള്ളാഹുവിന് നന്ദിയോദിക്കൊണ്ട് വിനയാന്വിതനായിക്കൊണ്ട് പറഞ്ഞ ഒരു ദിക്ർ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സ്വദഖ വഅദഹ്, അവനവൻ്റെ വാഗ്ദത്തം നിറവേറ്റിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ അവൻ്റെ വാഗ്ദത്തം അവൻ നിറവേറ്റിയിരിക്കുന്നു. വനസറ അബ്ദഹ്, അവൻ്റെ അടിമയെ അല്ലെങ്കിൽ അവൻ്റെ അടിമകളെ അള്ളാഹു സഹായിച്ചിരിക്കുന്നു. വഅഅസ്സ ജുൻദഹ്, അവൻ്റെ സൈന്യത്തെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത സൈന്യത്തിന് റബ്ബ് പ്രതാപം കൊടുത്തിരിക്കുന്നു. വഹസമൽ അഹ്സാബ വഹ്ദഹ്, അള്ളാഹു ഒറ്റക്ക് തന്നെ ശത്രു സൈന്യത്തെ, ആ സംഘങ്ങളായി വന്ന ശത്രുക്കളെ അള്ളാഹു തുരത്തി ഓടിച്ചിരിക്കുന്നു, അള്ളാഹു പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഫലാ ശൈഅ ബഅദഹ്, അള്ളാഹുവിന് ശേഷം യാതൊന്നും ബാക്കിയാകുന്നില്ല, എന്നെന്നും ബാക്കിയാകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഒരു യുദ്ധത്തിന് ശേഷം, ഖന്തഖ് യുദ്ധത്തിന് ശേഷം ആ ശത്രുക്കൾക്ക് സംഭവിച്ച ആ ഭയാനകമായ ആ കൊടുങ്കാറ്റും ആ ഭീതിയും കാരണം അവർ പിന്തിരിഞ്ഞോടിയതിന് ശേഷം പിന്നീട് മദീനയിലേക്ക് ഖുറൈശികളാകുന്ന മറ്റ് ശത്രു സംഘങ്ങളൊന്നും ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ചരിത്രപ്രസിദ്ധമായൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സന്ദർഭത്തിൽ, ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന നഗ്സൂഹും വലാ യഗ്സൂന നഹ്നു ഫനസീറു ഇലൈഹിം, ഇനി നമ്മളാണ് അവരോട് യുദ്ധം ചെയ്യുക, ഇനി അവർ നമ്മെ യുദ്ധം ചെയ്യാൻ വരികയില്ല, മറിച്ച് നമ്മളാണ് അങ്ങോട്ട് പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞു. അതായത് ഇനി ശത്രുസംഘം നമ്മെ ആക്രമിക്കാൻ വരികയില്ല, ഇനി നമ്മളാണ് അങ്ങോട്ട് പോയി വിജയം വരിക്കാൻ പോകുന്നത് എന്ന് പ്രവാചകൻ അവിടെ വെച്ച് പറഞ്ഞു. എന്നാൽ അത് ആ വാക്കിൻ്റെ, പ്രവാചകൻ്റെ ആ വാക്ക് ഒരു മുഅ്ജിസത്തായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. കാരണം പിന്നീട് ഖുറൈശികളോ മറ്റു ശത്രുക്കളോ മദീനയെ ആക്രമിക്കാൻ വന്നിട്ടില്ല, മറിച്ച് പിന്നീട് ചെറിയ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മക്ക മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്നത് പ്രവാചകൻ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പിലാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്, ശത്രുക്കളെക്കുറിച്ച് മൊത്തത്തിൽ അവരെ പിന്തിരിപ്പിച്ചയച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ ശത്രു സംഘത്തിൽപ്പെട്ട വേദക്കാരെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. അതിനു മുന്നേ നമ്മൾ ഒരു ചെറിയൊരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമുക്കറിയാം, മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് യഹൂദികളായ ബനു ഖൈനുഖാ, ബനു നദീർ, ബനു ഖുറൈദ ഗോത്രക്കാരായിരുന്നു. യഹൂദന്മാരല്ലാത്ത ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നത് ഔസ്, ഖസ്റജ് ഗോത്രക്കാരായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. അതിൽ പ്രവാചകൻ വന്ന് യഹൂദികളുമായി സഖ്യമുണ്ടാക്കുന്നുണ്ട്, സന്ധി ഉണ്ടാക്കുന്നുണ്ട്. മദീനയെ ആരക്രമിക്കാൻ വന്നാലും നമ്മൾ ഒരുമിച്ച് പോരാടും, നമ്മൾ പരസ്പരം വഞ്ചിക്കുകയില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് കരാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദന്മാരുമായി ഉണ്ടാക്കുന്നുണ്ട്. ഈ കരാറിനെ ആദ്യമായി ലംഘിച്ചത്, ഈ യഹൂദന്മാരുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അവരുടെ പ്രകൃതമാണ് ഈ വഞ്ചന, കരാറുകൾ ലംഘിക്കുക എന്നുള്ളത്. അപ്പോൾ മദീനയിൽ വന്ന പ്രവാചകനുമായുള്ള കരാറ് ഒന്നാമതായി ലംഘിക്കുന്നത് ബനു ഖൈനുഖാ ഗോത്രമാണ്. അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ ഉണ്ടായ ചില കോലാഹലങ്ങൾക്കിടയിൽ അവർ ആ ഒരു കരാറ് ലംഘിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വഹാബികളുമായി പോവുകയും അവരെ തടഞ്ഞു വെക്കുകയും, അപ്പോൾ അവിടെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് ഇടപെട്ട് ആ ഖൈനുഖാകാരെ പ്രവാചകൻ അവരോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ നാട് കടത്തുന്നതിലേക്ക് പ്രവാചകൻ്റെ തീരുമാനത്തെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ പറഞ്ഞെത്തിക്കുന്നുണ്ട്. കാരണം അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലുമായി സഖ്യത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഈ ബനു ഖൈനുഖാ ഗോത്രം. ഇത് നടക്കുന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അതായത് ജൂതന്മാരിൽ ആദ്യമായി കരാർ ലംഘനം നടത്തിയത് ബനു ഖൈനുഖാ ഗോത്രമാണ്. അവരെ പ്രവാചകൻ മദീനയിൽ നിന്ന് തുരത്തി ഓടിച്ചു. കാരണം ഇനിയും അവരെ അവിടെ നിർത്തുന്നത് മുസ്ലിമീങ്ങളുടെ, പൊതുജനങ്ങളുടെ ഒക്കെ സ്വസ്ഥ ജീവിതത്തിന് ഭീഷണിയാണ്. പിന്നീട് രണ്ടാമത് ജൂതന്മാരിൽ കരാർ ലംഘനം നടത്തുന്നത് ബനു നദീറുകാരാണ്. ഇവരുടെ ഒന്നും ചരിത്രം നമ്മൾ വിശദീകരിച്ച് പറയുന്നില്ല, അതിന് മറ്റൊരു സന്ദർഭത്തിൽ നമ്മളത് പഠിക്കേണ്ടതാണ്. ബനു നദീറുകാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചനയിലൂടെ തലയിലേക്കൊരു കല്ല് തള്ളിയിട്ട്
കൊലപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ച് അവിടെ നിന്ന് അവരുടെ ആ വഞ്ചനയിൽ നിന്ന് പ്രവാചകൻ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബികളുമായി വന്ന് ബനു നദീറുകാരെയും ഇത്തരത്തിൽ വലയം ചെയ്യുകയും അവരെയും പ്രതിരോധിക്കുകയും ചെയ്തപ്പോൾ അവിടെയും അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവിൻ്റെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെയും പ്രവാചകൻ ആ ഒരു വഞ്ചന നിമിത്തം, കരാർ ലംഘന നിമിത്തം മദീനയിൽ നിന്ന് തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ ബനു നദീറുകാരാണ് ഖുറൈശികളുടെ അടുത്തും ഗത്ഫാൻകാരുടെ അടുത്തും ഒക്കെ പോയി സഖ്യം ചേർന്ന് ഈ ഖന്തക്ക് യുദ്ധത്തിനായി ആളുകളെ ഒരു കൂട്ടി വരുന്നത്. അങ്ങനെ ആ ബനു നദീറുകാർ നമ്മൾ മനസ്സിലാക്കണം, ബനു നദീറുകാർ ഇവിടെ മദീനയിൽ ബാക്കിയുണ്ടായിരുന്ന മൂന്നാമത്തെ യഹൂദ ഗോത്രമായ ബനു ഖുറൈലയുടെ നേതാവുമായി സംസാരിക്കുന്നുണ്ട്. ബനു നദീറുകാരുടെ നേതാവ് ഹുയയ്യ് എന്ന് പറയുന്നയാൾ ബനു ഖുറൈലയുടെ നേതാവായ കഅബുമായി സംസാരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ നമ്മളുമായി ഒത്തുചേരണം, നമുക്ക് മുസ്ലിമീങ്ങളെ വേരോടെ നശിപ്പിക്കാം, അങ്ങനെ നമുക്ക് മദീന പിടിച്ചെടുക്കാം, നിങ്ങൾ ആ കരാറ് ലംഘിക്കണമെന്ന് കഅബിനെ പ്രചോദിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ കഅബ് ഈ ഒരു പ്രചോദനത്തിന് വഴങ്ങിയില്ലെങ്കിലും പിന്നീട് ഹുയയ്യിൻ്റെ, ബനു നദീറുകാരുടെ നേതാവായ ഹുയയ്യിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ കരാറ് ലംഘിച്ച് പ്രവാചകനെതിരെ ഈ ഒരു അഹ്സാബുകാരുടെ കൂടെ സംഘമായി വന്ന ശത്രുക്കളുടെ കൂടെ ചേർന്ന് പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും വഞ്ചിച്ചൊരു ചരിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ആയുധം കിടവെച്ച് കഴുകി കുളിച്ച് വൃത്തിയായതിനു ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, വലഅത സിലാഹ്, താങ്കൾ ആയുധം നിലത്ത് വെച്ചോ? വല്ലാഹി മാ വലഅനാഹു, യുദ്ധം കഴിഞ്ഞിട്ടില്ല, മലക്കുകളാകുന്ന നമ്മൾ ആയുധം നിലത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതിലൂടെ അള്ളാഹു ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അത് മലക്കുകളെ കൊണ്ടാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസാണിത്. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ, പൊടിയൊക്കെ പുരണ്ട ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകനോട് വന്ന് യുദ്ധം കഴിഞ്ഞിട്ടില്ല, നമ്മൾ ആയുധം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങൾ ശത്രുക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഏത് ശത്രുക്കൾ, എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്? അപ്പോൾ ബനു ഖുറൈലക്കാരുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൂണ്ടിക്കാട്ടുകയും അങ്ങനെ ബനു ഖുറൈലക്കാർ ചതിച്ചിട്ടുണ്ട്, ആ ജൂതഗോത്രം നമ്മെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകന് ബോധ്യപ്പെടുകയും അത്തരത്തിൽ പ്രവാചകൻ ഉടനെ തന്നെ സ്വഹാബികളുമായി വന്ന് ബനു ഖുറൈലക്കാരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, അവരെ ഈ ഒരു കരാർ ലംഘനത്തിൻ്റെ ശിക്ഷാ നടപടി എടുക്കുന്നതിന് വേണ്ടി, അവരോട് പോരാടുന്നതിന് വേണ്ടി വന്നപ്പോൾ ബനു ഖുറൈലക്കാർ ഉടനെ ഒരു കോട്ടയിൽ കയറി, അവരുടെ കോട്ടയിൽ കയറി ഒളിക്കുകയാണുണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കോട്ട പ്രതിരോധിച്ചു. 25ഓളം ദിവസം ബനു ഖുറൈലക്കാരെ അതിനുള്ളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിരോധിച്ചു. അപ്പോൾ അവിടെ വെച്ചാണ് ബനു ഖുറൈലക്കാർ പുറത്ത് വരാതെ അവസാനം അവർ ഭയന്ന് അവസാനം പുറത്തു വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ സഅദ് ബിൻ മുആദിൻ്റെ വിധി, ആ വിധിക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ പുറത്തേക്ക് വരികയുള്ളൂ എന്ന് ബനു ഖുറൈലക്കാർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക്ക് യുദ്ധത്തിൽ സാരമായി പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ മദീന പള്ളിയിൽ നിന്ന് ഒരു കഴുതപ്പുറത്ത് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ബനു ഖൈനുഖാഅുകാരും ബനു നദീറുകാരും മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരുമായിട്ടായിരുന്നു സഖ്യത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ബനു ഖുറൈല എന്ന് പറയുന്ന യഹൂദ വിഭാഗം ഔസ് ഗോത്രക്കാരുമായിട്ടായിരുന്നു മദീനയിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് സഖ്യത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, സഅദ് ബിൻ മുആദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വിധിക്കനുസരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയാണ്. അവർ കരുതിയിരുന്നത് മുമ്പ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ബനു ഖൈനുഖാഅുകാരെ കൊല്ലുന്നതിൽ നിന്ന് അവരെ നാട് കടത്തുന്നതിലേക്ക് പ്രവാചകൻ്റെ തീരുമാനത്തെ എത്തിച്ചതുപോലെ സഅദ് റളിയല്ലാഹു അൻഹുവും നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ട് നമ്മളെ കൊല്ലുന്നതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി നാട് കടത്തുന്നതിലേക്ക് പ്രവാചകൻ്റെ തീരുമാനത്തെ എത്തിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനമായി പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ യാതൊരു ആക്ഷേപത്തെയും
ഭയപ്പെടുന്നില്ല. എന്നിട്ട് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ തുഖാതലൽ മുഖാതിലതു വ അൻ തുസ്ബദ്ദുർരിയതു വന്നിസാഉ വ തുഖ്സമ അംവാലുഹും. അവരിലെ യുദ്ധത്തിൻ്റെ പ്രായമെത്തിയ ആളുകളെ കൊന്നുകളയാനും അവരിലെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കുവാനും അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, യുദ്ധാർജിത സ്വത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുവാനുമാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർക്ക് വല്ലാത്തൊരു അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. ആ ഒരു വിധി കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഹഖംത ഫീഹിം ബിഹുക്മില്ലാഹി അസ്സ വജൽ. താങ്കൾ അവരിൽ അള്ളാഹുവിൻ്റെ ഹുക്മ് തന്നെയാണ് താങ്കൾ വിധി പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ വിധി തന്നെയാണ് താങ്കൾ ഇവിടെ വിധി പറഞ്ഞിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഒരു വിധി സഅദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തോന്നിപ്പിച്ചതാണ് എന്ന് ആ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആദ്യമായി മുസ്ലിമീങ്ങളോട് കരാർ ലംഘനം നടത്തിയത് ബനു ഖൈനുഖാഅുകാരാണ്. അവരെ പ്രവാചകൻ നാട് കടത്തി. പിന്നെ ബനു നദീറുകാർ ഹിജ്റ 4-ാം വർഷം വഞ്ചന നടത്തി അവരെ നാട് കടത്തി. അവരാണ് ഈ ശത്രു സംഘത്തെ കൂട്ടി വന്ന് മദീനയെ ഉപരോധിച്ചത്. അവിടെ വെച്ച് ബനു ഖുറൈളക്കാർ ബനു നദീറുകാരുമായി സഖ്യം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു വഞ്ചനയുടെ ചരിത്രം നമ്മൾ ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കണം. അങ്ങനെ ബനു ഖുറൈളക്കാരെ ചുറ്റിവരിഞ്ഞ് അവരെ അവരെ കൊന്നുകളയാനാണ്, അവരിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബന്ധനസ്ഥരാക്കി വെക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമെന്നതാണ് നമ്മളിതുവരെ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ആ ആയത്തുനിന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ അൻസല, അള്ളാഹു ഇറക്കി അല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബ്. അല്ലദീന ഒരു കൂട്ടരെ, ളാഹറൂഹും അവർ, ആ അള്ളാഹു എന്ന് പറഞ്ഞ ആ കൂട്ടർ ഈ ശത്രു സൈന്യത്തെ അഹ്സാബിനെ, മദീനയെ ആക്രമിക്കാൻ വന്നവരെ സഹായിച്ചു, പിന്തുണ നൽകി, ഇവരെ മുസ്ലിമീങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പിന്തുണ നൽകി. മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട ചില ആളുകളെ അള്ളാഹു അവർ ഒളിച്ചിരുന്ന കോട്ടയിൽ നിന്ന് പുറത്തിറക്കി. മിൻ സയാസിഹിം അവരുടെ കോട്ടകളിൽ നിന്ന്. സയാസി എന്ന് പറഞ്ഞാൽ സീസിയത്തുൻ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് സയാസി എന്ന് പറയുന്നത്. അതായത് അവരുടെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് അവരെ പുറത്തിറക്കി. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, വഖദഫ അള്ളാഹു ഇട്ടുകൊടുത്തു, ഫീ ഖുലൂബിഹിം ആ വേദക്കാരുടെ, അള്ളാഹു ആ കോട്ടയിൽ നിന്ന് പുറത്തിറക്കിയ ആ വേദക്കാരുടെ മനസ്സിൽ റുഅബ് ഭയം ഇട്ടുകൊടുത്തു. അതായത് 25ഓളം ദിവസം പ്രവാചകൻ ആ കോട്ട ഉപരോധിച്ചു എന്ന് പറഞ്ഞല്ലോ. കോട്ട ആ ഒരു സന്ദർഭത്തിൽ അവരുടെ മനസ്സിൽ വല്ലാത്ത ഭയം ഉടലെടുക്കുകയുണ്ടായി. അല്ല എന്നുണ്ടെങ്കിൽ സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ കാര്യത്തിൽ ഹുക്മ് വിധി പറഞ്ഞപ്പോൾ ആ ഒരു വിധി കേട്ട് അവർ പരിഭ്രാന്തരായി ഭയപ്പെടുന്നൊരവസ്ഥയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫരീഖൻ തഖ്തുലൂൻ, അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ വധിക്കുന്നു. അതായത് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുക്മിനെയാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. അവരിലെ പുരുഷന്മാരെ, യുദ്ധത്തിൻ്റെ പ്രായമെത്തിയ ആളുകളെ നിങ്ങൾ വധിക്കാനാണ് തീരുമാനിച്ചത്. വതസിറൂന ഫരീഖൻ, അവരിലെ സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും നിങ്ങൾ ബന്ധനസ്ഥരാക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത്. വതസിറൂന, നിങ്ങൾ ബന്ധനസ്ഥരാക്കുന്നു, ഫരീഖൻ അവരിലെ ഒരു വിഭാഗത്തെ. വഔറസകും അർദഹും, വഔറസകും അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി നൽകുന്നു, അർദഹും അവരുടെ, ആ യഹൂദന്മാരുടെ, നിങ്ങളെ വഞ്ചിച്ച ആ ജൂതന്മാരുടെ ഭൂമി, അവരുടെ കൃഷിയിടങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി നൽകുന്നു. അതായത് യുദ്ധാർജിത സ്വത്തായിക്കൊണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നതാണല്ലോ. വദിയാറഹും അവരുടെ വീടുകൾ, വ അംവാലഹും അവരുടെ സമ്പത്ത്, അവരുടെ കൃഷിയിടങ്ങളും അത്തരത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഗനീമത്തായിക്കൊണ്ട് അനന്തരമായി നൽകിയിരിക്കുന്നു. ലം വ അർദൻ ലം തതഊഹ, അതുപോലെ തന്നെ ചില ഭൂമികൾ, നിങ്ങൾ ഇതുവരെ കാലെടുത്തു വെച്ചിട്ടില്ലാത്ത മറ്റ് ചില ഭൂമികളും അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി തന്നിരിക്കുന്നു എന്നല്ലാഹു പറയുന്നു. അത്തരത്തിൽ മുസ്ലിമീങ്ങൾ ഇതുവരെ കാലെടുത്തു വച്ചിട്ടില്ലാത്ത ഭൂമിയെന്ന് പറയുന്നത് പണ്ഡിതന്മാർ 2 തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള, മദീനയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഖൈബർ, പിന്നീട് മുസ്ലിമീങ്ങൾ ഹിജ്റ 7-ാം വർഷം കീഴടക്കിയ ആ ഖൈബറിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്നും, അതല്ല മൊത്തത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കിയ
ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ടല്ലോ, അറബികൾ ഇതുവരെ കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത അവിശ്വാസികളുടേതായ ഒരുപാട് ഭൂമി മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തല്ലോ. അതിനെയാണ് അല്ലെ രണ്ടിനെയും ഉദ്ദേശിക്കാമെന്നാണ് ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഭൂമികളും ഇത്തരത്തിൽ യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹു യുദ്ധാർജിത സ്വത്തായി മുസ്ലിമീങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീറ, കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ശത്രുക്കളുടെ ആ ഒരു അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പ്രത്യേകം അള്ളാഹു വഞ്ചിച്ച ജൂതന്മാരുടെ ബനൂ ഖുറൈളക്കാരുടെ ചരിത്രം അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു സന്ദർഭം മനസ്സിലാക്കേണ്ടതിൻ്റെ ഭാഗമായി മദീനയിലുള്ള മുഴുവൻ ജൂതന്മാരുടെയും ചരിത്രം ഒരു സംക്ഷിപ്തമായി മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുമുള്ള സകലതും സൃഷ്ടികളാണ്. പർവ്വതങ്ങളാകട്ടെ, കാനനങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, എല്ലാം സൃഷ്ടികളാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ സൃഷ്ടിയല്ലാത്ത അള്ളാഹുവിൻ്റെ വിശേഷണമായ കലാമായിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. അത് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ചില മര്യാദകളാണ്, ഒരുപാട് മര്യാദകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പല മര്യാദകളും പ്രവാചകൻ്റെ പത്നിമാരോട് പ്രത്യേകിച്ചുള്ള പല കൽപ്പനകളുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.